ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് ഈ സാംസങ്ങിന്റെ S25 എന്ന് പറയുന്ന ഈ ഒരു മോഡലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഫോണ് നമുക്ക് ഇപ്പൊ ഇതിന്റെ വീഡിയോ ചെയ്യാൻ കാരണം നമുക്ക് ഇപ്പോഴാണ് ഇത് കിട്ടിയത്. പിന്നെ നേരത്തെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ഈ ഒരു ഡിവൈസ് കയ്യിൽ കിട്ടാത്തതുകൊണ്ട് അങ്ങനെ വൈകിയതാണ്. അപ്പോൾ ഏതാണെങ്കിലും ഇപ്പോൾ ഇത് ചെയ്യുന്നതിൽ അർത്ഥമുണ്ട്. കാരണം നമുക്ക് ഈ ഒരു കോമ്പാക്ട് ഡിസൈനിൽ വേറെ ഫോണുകൾ വരാൻ തുടങ്ങി. ഇത്ര തന്നെ ചെറിയ സൈസ് അല്ലെങ്കിലും നമ്മുടെ വിവോ X200 FE അതുപോലെ തന്നെ വൺ പ്ലസിന്റെ 13s ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇതിനേക്കാൾ വില കുറഞ്ഞു വരുന്നതുകൊണ്ട് ഈ ഫോൺ ഇപ്പോൾ വില കൊടുത്ത് വാങ്ങുന്നതിൽ എന്താണ് വർത്താണോ എന്താന്നൊക്കെ നമ്മൾ പറയാൻ പോകുന്നത്. അതിന്റെ മുമ്പ് നമുക്ക് സാംസങ്ങിനെ കുറിച്ചൊന്ന് പറയാം. അപ്പോൾ സാംസങ് എന്ന് പറഞ്ഞാൽ നേരത്തെ തുടക്കം മുതൽ തന്നെ ജനങ്ങൾക്കിടയിൽ നല്ല അക്സെപ്റ്റൻസ് ഉള്ള ഒരു കമ്പനി. അതായത് പൊതുവെ ജനങ്ങളുടെ ധാരണ അങ്ങനെയാണ്, സ്മാർട്ട് ഫോൺസ് ഇറങ്ങുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റബിൾ ആയ ഒരു കമ്പനിയായിരുന്നു സാംസങ്. പിന്നെയാണല്ലോ മറ്റു കമ്പനികൾ വന്നത്. അപ്പൊ അന്നൊക്കെ സാംസങ്ങിന്റെ ഫോൺ ഗൾഫ് കൺട്രീസിലുള്ള ആളുകൾ പ്രത്യേകിച്ച് അവർക്ക് ഫോൺ വാങ്ങുകയാണെങ്കിലും ഫാമിലി മെമ്പേഴ്സിന് ആർക്കെങ്കിലും ഫോൺ വാങ്ങുകയാണെങ്കിലും ഒക്കെ സാംസങ് മതി, സാംസങ് അടിപൊളിയാണ്, എല്ലാം കൊണ്ടും ഓക്കെ ആണെന്നുള്ള ഒരു കൺസെപ്റ്റിലായിരുന്നു. അതിനെ കുറിച്ച് അത്ര ധാരണ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം പിന്നെ അന്നത്തെ കാലത്ത് മറ്റു ബ്രാൻഡുകൾ കണ്ട് ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഏതാണെങ്കിലും അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് മുതലേ ഓഫ്ലൈൻ മാർക്കറ്റിലൊക്കെ ഇപ്പോഴും സാംസങ്ങിന്റെ ആ ഒരു വില അങ്ങനെയാണ് നിൽക്കുന്നത്. പക്ഷെ സാംസങ് ചെയ്യുന്നത് എന്താ, അവരുടെ ഭൂലോക തോൽവിയായ എക്സിനോസ് ചിപ്സെറ്റ് ആണ് ഓൾമോസ്റ്റ് 80% ഫോണുകളിൽ അവർ കൊടുക്കുന്നത്. എക്സിനോസ് ഒന്നും പറയല്ല, സത്യം പറയാലോ, സ്നാപ്ഡ്രാഗന്റെയോ മീഡിയ ടെക്കിന്റെയോ അടുത്ത് കൊണ്ട് വെക്കാൻ പോലും പറ്റാത്ത ചിപ്സെറ്റ് ആണ്. അപ്പോൾ ആ ഒരു ചിപ്സെറ്റ് പുതിയൊരു ചിപ്സെറ്റ് കൊണ്ടുവന്നാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. പക്ഷേ ഈ സ്മാർട്ട് ഫോൺ വരുന്ന കാലത്ത് മുതലേ അവർക്കുള്ള ഒരു സാധനമാണ് ഈ എക്സിനോസ് എന്നുള്ളത്. ഇപ്പോഴും അതിന്റെ ഒരു മോഡലും സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അതൊരു ഭൂലോക തോൽവിയാണ്. പക്ഷെ അവർക്ക് അത് സമ്മതിക്കാൻ വയ്യ. അവർക്ക് അത് മാറ്റിയിട്ട് അവർ ഈ ഒരു ഫോണിൽ, കാരണം സാംസങ് ഫോൺ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. അതിന്റെ UI ആണെങ്കിലും ക്യാമറ ആണെങ്കിലും. ഇപ്പൊ ഈ ഐഫോൺ ഒന്നും ഇപ്പൊ എല്ലാ ആളുകൾക്കും വാങ്ങാൻ കഴിയില്ല. മാത്രമല്ല ഐഫോൺ ഇഷ്ടപ്പെടാത്ത ആളുകളും സാംസങ്ങിന്റെ ഫോൺ ആയിരിക്കും, ക്യാമറ ആയിരിക്കും ഇഷ്ടപ്പെടുക. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഈ സാംസങ് ഫോണിനോട് കമ്പുണ്ട്. പക്ഷെ അറിവുള്ള ആളുകൾ ഈ എക്സിനോസ് ചിപ്സെറ്റ് ആണ് എന്നതുകൊണ്ട് എടുക്കാതിരിക്കണം. അപ്പൊ ഈ സാംസങ് ഈ എക്സിനോസ് മാറ്റിയിട്ട് സ്നാപ്ഡ്രാഗണോ അല്ലെങ്കിൽ മീഡിയ ടെക്കിന്റെ ചിപ്സെറ്റോ കൊടുക്കുകയാണെങ്കിൽ റെക്കോർഡ് സെയിലായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷെ അവർ മാറ്റൂല, അവർക്ക് സമ്മതിക്കാൻ വയ്യ. എക്സിനോസ് തോൽവിയാണെന്നുള്ളത് സമ്മതിക്കാൻ വയ്യ എന്നുള്ള സത്യം. ഏതാണെങ്കിലും ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഇപ്പോ സാംസങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാണ്. ഏതാണെങ്കിലും നമുക്ക് ഈ ഒരു ഫോണിനെ കുറിച്ച് പറയാം. അപ്പൊ ഇതിന്റെ ഒരു ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ അതുമായിട്ട് ഇതിന്റെ വില പറയാം ഞാൻ. ഇപ്പോൾ ഇതിന്റെ ഒരു തുടക്കത്തിലുള്ള വില എന്ന് പറഞ്ഞാൽ ലോഞ്ച് സമയത്ത് ജനുവരിയിലാണല്ലോ ലോഞ്ച് വന്നത്, 80,000 81,000 ആയിരുന്നു. അപ്പൊ ആ ഒരു പ്രൈസിന് ഒന്നും പറയാനില്ല, അത് ഓവർ പ്രൈസിലാണ്. എനിക്ക് വേറൊന്നും ഇതിൽ പറയാനില്ല, കാരണം ഞാൻ വഴിയെ പറയാം. പിന്നെ അപ്പോ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ മെയിൻ ഫ്രെയിം മെറ്റൽ ഫ്രെയിം ആണ് വരുന്നത്, ആർമർ അലുമിനിയം ആണ്. അതുപോലെ ഗ്ലാസ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 ആണ്. പിന്നെ ഇതിന്റെ ഇതിലുള്ള ഓരോ പോർട്ടുകളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സ്പീക്കർ, മൈക്ക്, ചാർജിങ് പോർട്ട്, മൈക്ക്, അതുപോലെ തന്നെ സിം ട്രേ, പിന്നെ നമ്മുടെ വോളിയം, അതുപോലെ തന്നെ പവർ ബട്ടണും മുകളിലൊരു സ്പീക്കറിന്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് ഫ്രീ ആണ്. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ മൊത്തത്തിൽ ലുക്ക് നോക്കുകയാണെങ്കിലും തന്നെ ഒരു ബോക്സി ഡിസൈൻ ആണ്. S24 എനിക്ക് അത്ര ഓർമ്മയില്ല. S23ന്റെ ഒരു ഈ സൈഡ് ഭാഗം നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കർവായിട്ടുള്ള ഭാഗമായിരുന്നു, കുറച്ചും കൂടി ഒരു കർവായിരുന്നു. അതൊക്കെ മാറ്റി കുറച്ചും കൂടി ഷാർപ്പാക്കി മൊത്തത്തിലൊരു ബോക്സി ഡിസൈൻ ആണ് ഇവർ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു ഫോണിൽ നല്ല S25 സീരീസിൽ തന്നെ മൊത്തം അവർ ഇങ്ങനെ ആക്കി. അതായത് S23 S24 അൾട്ര ഒക്കെ S23 അൾട്ര ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ നമുക്കറിയാലോ, എവിടുന്ന് കണ്ടാലും മനസ്സിലാവുന്ന രൂപത്തിലായിരുന്നു അതിന്റെ ഡിസൈൻ ഉണ്ടായിരുന്നത്. ആ ഒരു വെറൈറ്റി ഡിസൈനാണ്. അത് അവർ മാറ്റി. S25 അൾട്ര വന്നപ്പോൾ നോർമൽ ഫോം ഫാക്ടറിലേക്ക് അവർ ഫോൺ കൊണ്ടുവന്നു. സൈസ് ഉണ്ട്, പക്ഷെ ആ ഒരു ഫോണിന്റെ ഡിസൈൻ ഇങ്ങനെ ഒരു ബോക്സി ഡിസൈൻ നോർമൽ ഫോണിന്റെ ഒരു സെറ്റപ്പിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്. പിന്നെ ഇതിന്റെ വെയിറ്റ് ആൻഡ് തിക്നെസിന്റെ കാര്യം പറയുകയാണെങ്കിലും നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ തിക്നെസ് വരുന്നത് 7.2 mm ആണ്. അതുപോലെ തന്നെ വെയിറ്റ് 162 ഗ്രാമാണ്. അപ്പൊ അതൊക്കെ ഈ ഒരു കോമ്പാക്ട് ഡിസൈൻ അനുകൂലമായിട്ട് അതിനോടൊക്കെ ഒരു നീതി പുലർത്തുന്ന രൂപത്തിൽ തന്നെയാണ് ഇതിന്റെ ആ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. ഇനി ഫോണിന്റെ ഡിസ്പ്ലേയുടെ പാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ സാധാരണ ഇവരുടെ പ്രീമിയം ഫോണിൽ വരുന്ന ആ ഒരു ഡൈനാമിക് എമോൾഡ് 2X ആണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതിലെ ബെസൽ നോക്കുകയാണെങ്കിൽ വളരെ നാരോ ആണ്. പിന്നെ ഇതിൽ നമ്മൾ സ്ക്രീൻ ഗാർഡ് അപ്ലൈഡ് ആണ്, അതുകൊണ്ട് കുറച്ച് ബ്ലാക്ക് നമുക്ക് അധികം കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയല്ല, ഒന്നും കൂടി നാരോ ആണ്. അതായത് ബെസൽ സൂപ്പർ ആണെന്നും പറയല്ല. പിന്നെ ഇതിന്റെ റെസൊല്യൂഷന് ഫുൾ HD+ ആണ്. അതുപോലെ 120 Hz റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 2600 നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. അപ്പൊ ഇതിൽ എനിക്ക് പറയാനുള്ളത് ഈ റെസൊല്യൂഷന്റെ കാര്യമാണ്. ഫുൾ HD+ മാറ്റി ഒരു QHD+ എങ്കിലും കൊടുക്കായിരുന്നു. ഇത്രയും വില കൊടുത്ത് വാങ്ങുന്ന ഒരു ഫോണാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതിന് കാരണം പറയാനുള്ളത് ഇതിൽ ബാറ്ററി കപ്പാസിറ്റി കുറവാണെങ്കിൽ ഞാൻ ശേഷം ബാറ്ററിയുടെ സെഗ്മെന്റിൽ ആ വിഷയം പറയാം. അപ്പോൾ ഏതാണെങ്കിലും QHD+ കൊടുക്കായിരുന്നു. പിന്നെ നമുക്ക് ക്യാമറ
ക്യാമറ സെഗ്മെന്റിലേക്ക് പോകുമ്പോൾ പുറകിൽ നമുക്ക് ഈ ഒരു 3 ക്യാമറ സെയിം സെറ്റപ്പ് ആണ് വന്നിട്ടുള്ളത്. S24ലും ഇങ്ങനെ തന്നെ ആയിരുന്നു. മെയിൻ മെഗാ പിക്സൽ 50 മെഗാ പിക്സൽ, പിന്നെ അൾട്രാ വൈഡ് 12, പിന്നെ ഒരു ടെലിഫോട്ടോ 10 മെഗാ പിക്സലിന്റെ. ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 12 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറ. ഫ്രണ്ട് ക്യാമറയിൽ 4K സപ്പോർട്ടഡ് ആണ്. 30 FPS-ലും 60 FPS-ലൊക്കെ വീഡിയോ എടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെയും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് കൊടുക്കായിരുന്നു. അതായത് ഒരു 32 മെഗാ പിക്സലിന്റെ ഒക്കെ ഫ്രണ്ട് ക്യാമറ കൊടുക്കായിരുന്നു. ഇനി പെർഫോമൻസ് സെക്ഷനിലേക്ക് പോകുമ്പോഴാണ് നമുക്കൊരു ചെറിയ മാറ്റം ഈ ഒരു ഫോണിൽ കാണാൻ പറ്റുന്നത്. അത് ചെറിയ മാറ്റമല്ല, വലിയ മാറ്റം തന്നെയാണ്. അതായത് Qualcomm Snapdragon 8 എന്ന് പറയുന്ന നിലവിൽ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ചിപ്സെറ്റ് ആണ് 8 അത് ഇതിൽ തന്നിട്ടുണ്ട്. ഈ ഒരു മാറ്റമാണ് കാര്യമായിട്ട് ഈ ഒരു ഫോണിൽ ഉള്ളത്. ഇത് ഒരുപാട് കാര്യങ്ങൾ സ്വാധീനിക്കും. പ്രത്യേകിച്ച് ക്യാമറ ആണെങ്കിലും മറ്റു പെർഫോമൻസിന്റെ എല്ലാ സെഗ്മെന്റിലും ഇത് ഈ ഒരു കാര്യം സ്വാധീനിക്കും. ഇമേജ് പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നല്ല മാറ്റം വരും. ഏതാണെങ്കിലും ഇതേ മാറ്റം വന്നിട്ടുള്ളൂ എന്ന് അതും പറയേണ്ടതുണ്ട്. പിന്നെ റാം സ്റ്റോറേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ LPDDR5X UFS 4.0. റാമിൽ മാറ്റം വരുന്നത് എന്ന് പറഞ്ഞാൽ 8GB ഒഴിവാക്കി മൊത്തത്തിൽ ഒരു 12GB ഒറ്റ സിംഗിൾ വേരിയന്റ് ആണ് റാം വരുന്നത്. അതിൽ 128ഉം 256ഉം 512ഉം വരുന്നുണ്ട്. അപ്പൊ ഈ റാമിന്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോ ഈ ഒരു ബേസ് വേരിയന്റിൽ മാത്രമല്ല, പ്ലസ് വേരിയന്റിലും അൾട്രാ വേരിയന്റിലും ഒക്കെ ഇവർ ഈ ഒരു 12GB റാം വേരിയന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏതാണെങ്കിലും അൾട്രയിലൊക്കെ അവർക്ക് വേണമെങ്കിൽ ഒരു 16GB കൂടി ആഡ് ചെയ്യായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു വേരിയന്റ് കൂടി കൊടുക്കായിരുന്നു. കാരണം അതിലൊക്കെ 1TB സ്റ്റോറേജ് ഒക്കെ വരുന്ന മോഡൽ ഉണ്ട്. അപ്പൊ അതിലൊക്കെ 16GB വേണ്ടവർക്ക് എടുക്കാമല്ലോ. ഇത്രയും വലിയ പവർഫുൾ ആയ ചിപ്സെറ്റും അത്രയും വലിയൊരു ഹ്യൂജ് സ്റ്റോറേജ് കപ്പാസിറ്റി വരുമ്പോൾ അതിനനുസരിച്ചുള്ള റാം ഒന്ന് കൂട്ടി കൊടുത്തു എന്ന് വെച്ചിട്ടും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ. അതൊരു ഗുണമല്ലേ. അത് വേണ്ടവർക്ക് എടുക്കാമല്ലോ. അപ്പൊ അങ്ങനെയും ചെയ്യായിരുന്നു. പിന്നെ ഇനി നമുക്ക് പറയാനുള്ളത് ഇതിന്റെ ബാറ്ററി സെഗ്മെന്റ് ആണ്. ചാർജ് അതുപോലത്തെ കാര്യങ്ങൾ. അപ്പൊ ബാറ്ററിയിലേക്ക് പോവുകയാണെങ്കിലും 4000 mAh ബാറ്ററിയാണ്. S24ൽ വന്ന അതേ കപ്പാസിറ്റി. പിന്നെ ചാർജിങ് സ്പീഡ് നോക്കുകയാണെങ്കിലും 25 വാട്ട്സ് തന്നെ. എന്താ പറയാ, ഇതൊക്കെ സാംസങ് കരുതി കൂട്ടി ചെയ്യുന്ന പോലെ നമുക്ക് തോന്നാം. ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കാനുള്ള ഓപ്ഷൻസും ടെക്നോളജി ഒക്കെ ഇപ്പൊ ഉണ്ട്. ചാർജിങ് കപ്പാസിറ്റി ഈ ഒരു സെയിം ഫോം ഫാക്ടർ തന്നെ അവർക്ക് കൂട്ടാം. കാരണം കാർബൺ സിലിക്കൺ അനോഡ് ഉപയോഗിച്ച് ഇപ്പോ ചെറിയ വോളിയത്തിൽ തന്നെ കൂടുതൽ എനർജി കൊടുത്തിട്ട് ബാറ്ററി കപ്പാസിറ്റി കൂട്ടുന്ന പരിപാടിക്ക് എല്ലാ കമ്പനികളും ചെയ്തു തുടങ്ങി. അങ്ങനെ തന്നെയാണ് ഇപ്പൊ എല്ലാ ഫോണുകളും MAH കൂട്ടുന്നതും സൈസ് റെഡ്യൂസ് ചെയ്യുന്നതൊക്കെ. അതൊക്കെ സാംസങ്ങിനും പറ്റും, പക്ഷെ അവർ ചെയ്യൂല. അതുപോലെ 25 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് ഇതിലുള്ളത്. ഇവിടെ 10-20,000 രൂപയ്ക്ക് ചോടെ തന്നെ 80 വാട്ട്സും 90 വാട്ട്സിന്റെയും ഫോണുകൾ 6000-7000 mAh 1 അവറിന്റെ ഉള്ളിൽ ഫുൾ ചാർജ് ആയി കിട്ടുന്നുണ്ട്. ഇവിടെ ഇത് ഈ ഒരു 4000 mAh ഉള്ള ഫോൺ ഇപ്പോഴും 1 അവറിന്റെ മുകളിൽ വെയിറ്റ് ചെയ്യണം ഫുൾ ചാർജ് ആവണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പൊ സാംസങ് ഇതൊക്കെ അത്ര മതി, അങ്ങനെയൊക്കെ തന്നെ. അതൊക്കെ ഒരു ബ്രാൻഡിന്റെ ഒരു വാല്യൂ ആയിട്ട് കണക്കാക്കിയിട്ട് എന്താ അറിയില്ല. ഇനിയിപ്പോ ആപ്പിൾ ചെയ്തിട്ടാണോ അതും അറിയില്ല. ഏതാണെങ്കിലും അങ്ങനെയാണ് ഇപ്പോഴും ഇതിലൊക്കെ ചെയ്തിട്ടുള്ളത്. അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഇതിന്റെ സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിലേക്ക് പോകുമ്പോഴാണ് വീണ്ടും നമുക്കൊരു ഹോപ്പ് വരുന്നത്. അതായത് One UI ആണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. One UI നെ പറ്റി ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു യൂസർ ഇന്റർഫേസ് ആണ്. പിന്നെ അതിന്റെ പുറത്ത് AI ഫീച്ചേഴ്സ് ഒരുപാട് വന്നിട്ടുണ്ട്. AI ഫീച്ചേഴ്സ് ഇതിൽ ഒരുപാട് ഉണ്ട് കേട്ടോ. അത് ഗാലറിയിലാണെങ്കിലും ഇനി അല്ലാതെയുള്ള AI ഫീച്ചേഴ്സ് ആണെങ്കിലും AI കോൾ അസിസ്റ്റ്, അതുപോലെ തന്നെ റൈറ്റിംഗ് അസിസ്റ്റ്, ഇന്റർപ്രറ്റർ, അതുപോലെ ഡ്രോയിങ് അസിസ്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഓഡിയോ എറൈസർ, നമ്മൾ എടുക്കുന്ന വീഡിയോയിലൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത സൗണ്ട് ഒക്കെ ഇതിൽ നിന്ന് എറൈസ് ചെയ്ത് ഒഴിവാക്കി കളയാൻ പറ്റും. പിന്നെ നമ്മൾ നേരത്തെ S25 അൾട്രയുടെ വീഡിയോയിൽ AI ഫീച്ചേഴ്സിനെ കുറിച്ച് ചെറുതായിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ വിശദീകരിക്കുന്നില്ല, ഇതൊക്കെ AI ഫീച്ചേഴ്സ് ആണ്. അപ്പൊ ഇതിലൊരു നോ ബ്രീഫ് എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയൊരു സെറ്റപ്പ് വന്നിട്ടുണ്ട്. അതായത് വലിയ സംഭവമാക്കിയിട്ടൊന്നുമില്ല, പക്ഷെ അവര് ഭയങ്കര ഹൈപ്പിൽ കൊണ്ടുവന്ന ഒരു സാധനമാണ്. നൗബാർ എന്ന് പറഞ്ഞാൽ ഫോണിൽ ലൈവായിട്ട് നടക്കുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു ബാറിൽ ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ ചെറുതായിട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഓരോരോ ആക്ടിവിറ്റീസ് നമുക്ക് കാണിച്ചു തരും. പിന്നെ നൗ ബ്രീഫ് എന്ന് പറഞ്ഞാലും കറന്റ്ലി ഉള്ള അപ്ഡേറ്റ്സ് നമുക്കറിയാം. വെതറും കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ്സ് നമുക്ക് ഇങ്ങനെ അപ്പോൾ അറിയിച്ചു തരും. ഏതാണെങ്കിലും അങ്ങനെയൊക്കെയാണ്. സോഫ്റ്റ്വെയറിനെ കുറിച്ചൊന്നും പറയാനില്ല. AI ആണെങ്കിലും One UI ആണെങ്കിലും ഒക്കെ കിടിലനാണ്. ആ കാര്യത്തിൽ ഇതിനെല്ലാം വേറൊരു ഫോൺ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു ഫോണിന്റെ മൊത്തത്തിൽ പറയാനുള്ളത്. പിന്നെ ഇതിന്റെ മറ്റു കണക്ടിവിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ Wi-Fi 7, Bluetooth 5.4, അതുപോലെ തന്നെ NFC ഇതൊക്കെ വന്നിട്ടുണ്ട്. അതായത് പ്രീമിയം ഫോണിന്റെ എല്ലാ സെറ്റപ്പും വന്നിട്ടുണ്ട്. IP68 റേറ്റിംഗ് വന്നിട്ടുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ വന്നിട്ടുണ്ട്. പിന്നെ അതിലൊന്നും ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. പക്ഷെ മുമ്പത്തെ ഫോണിലേക്ക് കമ്പയർ ചെയ്യുമ്പോൾ എന്താ മാറ്റം എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ഉള്ളത് പറയാലോ. ഈ ഒരു ചിപ്സെറ്റ് മാത്രമേ മാറ്റുള്ളൂ. സാംസങ്ങിന്റെ ഈ ഒരു S സീരീസ് ഫോണ് ഒരു പ്രീമിയം സെഗ്മെന്റിലുള്ളതാണല്ലോ. അപ്പൊ ഇതിലൊരു പുതിയ മോഡൽ കൊണ്ടുവരുമ്പോൾ എന്താണെങ്കിലും നല്ല അപ്ഗ്രേഡ് കൊണ്ടുവരണമായിരുന്നു. അത് സോഫ്റ്റ്വെയർ ആണെങ്കിലും ഹാർഡ്വെയർ ആണെങ്കിലും ഒക്കെ. അപ്പൊ ഇതിൽ അവർ ആകെ ചെയ്തത് 8 എന്ന് പറയുന്ന ചിപ്സെറ്റ് കൊടുത്തു എന്നുള്ള. ചിപ്സെറ്റിന്റെ കാര്യത്തിൽ നല്ല അപ്ഗ്രേഡ് ആണ് ചെയ്തിട്ടുള്ളത്. അത് ഈ ഫോണിന്റെ എല്ലാ കാര്യത്തെയും സ്വാധീനിക്കും. കാരണം
നേരത്തെ തൊട്ട് മുമ്പത്തെ വെർഷൻ S24 എക്സിനോസിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ 8 വരുമ്പോൾ അതെന്താണെങ്കിലും നല്ല മാറ്റം ഫോണിന് കൊണ്ടുവരും. പക്ഷെ അത് മാത്രമല്ലല്ലോ, ഫോണിൽ വേറെ ഒരുപാട് ഹാർഡ്വെയർസ് ഇല്ലേ. അപ്പൊ നമ്മൾ ഹാർഡ്വെയർസിൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാനുള്ള സാധ്യതകൾ ഈ ഫോണിലുണ്ട്. കാരണം ബാറ്ററി ആണെങ്കിലും ചാർജിങ് ആണെങ്കിലും അതുപോലെ തന്നെ ക്യാമറ സെൻസർ ആണെങ്കിലും ഡിസ്പ്ലേ ആണെങ്കിലും നമ്മൾ പറഞ്ഞു ഇതിലൊക്കെ മാറ്റം കൊണ്ടുവരാനുള്ള അവസരം ഈ ഫോണിൽ ഉണ്ടായിട്ടും സാംസങ് കൊണ്ടുവരാത്തതുകൊണ്ടാണ് ഈ ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വേയോട് വളരെ അധികം വിയോജിപ്പുണ്ട്. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത്, ഈ ഫോൺ ഇഷ്ടപ്പെടായിട്ടല്ല. പ്രത്യേകിച്ച് സ്നാപ്ഡ്രാഗന്റെ ഒരു ചിപ്സെറ്റ് ഇതിൽ കൊണ്ടുവരുമ്പോൾ ഇതൊക്കെ കൂടി ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ എന്താണെങ്കിലും ആളുകൾ വാങ്ങും. ഇപ്പൊ തന്നെ ഈ ഫോൺ വാങ്ങാൻ ആളുടെ ഉറപ്പാണ്. കാരണം സാംസങ് പ്ലസ് സ്നാപ്ഡ്രാഗൺ വരികയാണെങ്കിൽ അത് വേറെ ലെവലാണ്, അതാർക്കും സംശയമൊന്നുമില്ല. പക്ഷെ കറന്റ് ഈ ഫോണിന്റെ വില കുറച്ചധികമാണ്. അപ്പൊ അത് നിങ്ങൾ ഈ ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ, അതായത് നിങ്ങളിപ്പോ നിലവിൽ S23 S24 ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഓടിപ്പോയി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ഒരു പെർഫോമൻസ് ഉള്ള ഈ 8 ചിപ്സെറ്റ് തന്നെ കിട്ടണം എന്ന് നിർബന്ധമുണ്ട്. സാംസങ്ങിന്റെ ഫോൺ ആണ് നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൈസിൽ വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രൈസ് ഡ്രോപ്പ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഒരു കോമ്പാക്ട് ഡിസൈനുള്ള ഫോണാണ് വേണ്ടത്, അത് സാംസങ്ങിന്റെ S25 ആകണമെന്ന് നിർബന്ധമൊന്നും ഇല്ല എന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വൺ പ്ലസിന്റെ 13S വിവോയുടെ X200FE ഒക്കെ നോക്കാം. രണ്ടും ഏകദേശം 55,000-60,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണാണ്. വൺ പ്ലസിൽ 8 ചിപ്സെറ്റ് സെയിം ചിപ്സെറ്റ് ആണ് വരുന്നത്. വിവോയിൽ നമുക്ക് ഡയമൻസിറ്റി 9300 പ്ലസ് ആണ് വരുന്നത്. അപ്പോൾ ചിപ്സെറ്റിന്റെ കാര്യത്തിൽ വൺ പ്ലസ് ഒന്ന് മേലെ നിൽക്കും. പക്ഷെ ഞാൻ വിവോയുടെ ഫോൺ കണ്ടിരുന്നു, 6500 mAh ബാറ്ററി അതിൽ വരുന്നുണ്ട്. മാത്രമല്ല ഇതിന്റെ ക്യാമറ അത്യാവശ്യം നന്നായിട്ട് തോന്നി. മാത്രമല്ല ഒരുപാട് AI ഫീച്ചേഴ്സ് അതിൽ വരുന്നുണ്ട്. ക്യാമറയിലും പ്രത്യേകിച്ച് ഒരുപാട് AI ഫീച്ചേഴ്സ് വരുന്നുണ്ട്. എനിക്ക് ഈ ഒരു ഫോണിന്റെ AI ഫീച്ചേഴ്സിനോടൊക്കെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണായിട്ടാണ് തോന്നിയത്. വൺ പ്ലസിൽ നിങ്ങൾക്ക് 5800 ആ റേഞ്ചിലുള്ള ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. അപ്പൊ ഏതാണെങ്കിൽ ഈ രണ്ട് ഫോണും നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ഫോണിന്റെ കാര്യങ്ങളുടെ ഒക്കെ ഒരു കിടപ്പ്. അപ്പൊ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇപ്പോഴത്തെ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ പരിഗണിക്കുകയാണെങ്കിൽ ഇത് സ്റ്റിൽ ഓവർ പ്രൈസ്ഡ് ആണ്. ഇത് വർത്ത് ആകുമായിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് കാര്യങ്ങൾ, അത് ആ ഒരു മേഖലകളിലൊക്കെ അത്യാവശ്യം നല്ല അപ്ഗ്രേഡ്സും കാര്യങ്ങളൊക്കെ സാംസങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് അടിപൊളി ഫോൺ ആകുമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫോണ് തന്നെ വേണം എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു പ്രൈസ് നിങ്ങൾക്ക് ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, പ്രൈസ് ഡ്രോപ്പ് ആകും. പ്രത്യേകിച്ച് ബിഗ് സെയിലൊക്കെ നല്ല ഓഫറിൽ വരാനുള്ള സാധ്യത ഉണ്ട്. മാത്രമല്ല കുറച്ച് കഴിഞ്ഞാലും ഈ ഫോണിന്റെ ഒന്നും വാല്യൂ അത്ര പെട്ടെന്ന് പോകൂല. കാരണം ഇപ്പോഴും S23 ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ടല്ലോ. അല്ല ഇനി നിങ്ങൾക്ക് സാംസങ്ങിന്റെ ഫോൺ തന്നെ വേണം നിർബന്ധം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വൺ പ്ലസിന്റെയോ വിവോയുടെ ഒക്കെ ഫോൺ നിങ്ങൾക്ക് നോക്കാം. നിലവിൽ ഈ രണ്ട് കമ്പനികളാണ് ഈ ഒരു ഡിസൈനിൽ ഫോൺ ഇറക്കിയിട്ടുള്ളത്. ഒരു പക്ഷേ ബാക്കിയുള്ള കമ്പനികളും ഇറക്കിയേക്കാം. അപ്പൊ ഏതാണെങ്കിലും നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു S25 ഫോൺ തന്നത് നമ്മുടെ പെരിന്തൽമണ്ണ കൊളത്തൂരുള്ള സ്മാർട്ട് മൊബൈൽസ് ആണ്. അപ്പോൾ ഓണം പ്രമാണിച്ച് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. സെയിൽസ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും വേറെ ഒരുപാട് ഇലക്ട്രോണിക്സ് പ്രോഡക്ട്സ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.